വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു. കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു. ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്, കരുളായി. വികസന പ്രശ്നങ്ങളിൽ അൻവറിന് അലംഭാവമെന്നും അൻവർ കുടുംബമഹിമ പറയേണ്ടെന്നും CPM. നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് CPM നേതാക്കൾ അൻവറിനെതിരെ തുറന്നടിച്ചത്. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം നീളാൻ കാരണം MLA ആണ്. പദ്ധതിക്കെതിരെയുള്ള തടസ്സങ്ങൾ നീക്കാൻ MLAക്ക് സാധിച്ചില്ല. വന്യമൃഗശല്യം തടയാനുള്ള പദ്ധതി നടപ്പാക്കിയില്ല. കഴിഞ്ഞ 8 വർഷം കൊണ്ട് സർക്കാർ പൂർത്തീകരിച്ച പദ്ധതികൾക്ക് പിതൃത്വം ഏറ്റെടുക്കാനും നടക്കാത്ത പദ്ധതികൾ പാർട്ടിയുടെ തലയിൽ വെക്കാനുമാണ് അൻവറിന്റെ ശ്രമം. അൻവർ നിലമ്പൂരിലെ ജനങ്ങളെയും പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിച്ച് പുലഭ്യം പറയുകയാണ്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് MLA ഫണ്ട് അനുവദിക്കുന്നത് തടഞ്ഞെന്നത് പച്ചക്കള്ളമാണ്. നിരവധി ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാരിന്റെ കാലത്ത് ഫണ്ട് നൽകിയിട്ടുണ്ട്. ഫണ്ട് തടഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കോട് ഞാൻ നിങ്ങൾക്കത് അതിന്റെ കൃത്യത പരിശോധിക്കുന്നതിന് വേണ്ടി LDF ഗവൺമെന്റ്, രണ്ടാമത്തെ ഗവൺമെന്റ് തുടർച്ചയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകിയതിന്റെ അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഞാനൊന്ന് പറയാം. ഒന്ന്, മാമാങ്കരയിലെ സെന്റ് മേരീസ് AUP സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. രണ്ടാമത്തത് എരുമമുണ്ടയിലെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. ചുങ്കത്രയിലെ MBM ഹയർ സെക്കൻഡറി സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. ചെമ്പൻകൊല്ലിയിലെ സെന്റ് പോൾസ് AUP സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. ചുങ്കത്രയിലെ തന്നെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. മണിമൂളിയിലെ ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. ഇവയിലെല്ലാം ഗവൺമെന്റിന്റെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫണ്ട് ഈ രണ്ടാം ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിന് മുന്നത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹം പറയുകയാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് പണം കൊടുക്കുന്നതിനെ CPM എതിർത്തു എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹം ഈ പൊതുയോഗത്തിൽ പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ പേരുണ്ടല്ലോ, അതുകൂടി നിങ്ങളുടെ മുമ്പിൽ പറയാം. വെറോനിക്ക സ്കൂൾ എന്ന പേരിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനം ചുങ്കത്രയിലെ തലഞ്ഞിയിലുണ്ട്. ബഡ് സ്കൂളാണ്. ആ സ്കൂളിന് ആനുകൂല്യം കൊടുത്തില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. ബഡ് സ്കൂളുകൾക്ക് അംഗവൈകല്യം സംഭവിച്ച കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ഗവൺമെന്റ് അനുവദിക്കുന്ന ഗ്രാന്റ് ഇന്നും ആ സ്കൂളിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, അനുവദിച്ച് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു സ്വകാര്യ മാനേജ്മെന്റ് ആണോ, അൺഎയ്ഡഡ് മാനേജ്മെന്റ് ആണോ? ഈ പരിശോധനയ്ക്കൊന്നും നിൽക്കാതെ തന്നെ ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ ആ സ്കൂളിലേക്കും അനുവദിക്കുന്നതിന് LDF ഗവൺമെന്റ് തീരുമാനിക്കുന്നു. ഞങ്ങളുടെ പാർട്ടി അതിന് മുൻകൈയെടുത്ത് അത് നടപ്പാക്കാൻ പരിശ്രമിക്കുന്നു. അതിന്റെ പ്രയോജനം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വസ്തുത ഇതല്ലേ? നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ആണെന്ന MLAയുടെ ആരോപണങ്ങൾ കള്ളത്തരമാണ്. വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തത് MLAയുടെ കഴിവുകേടാണ്. തിരഞ്ഞെടുപ്പ് വിജയം വ്യക്തിപ്രഭാവമാക്കി മാറ്റുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വം സഹകരിച്ചില്ലെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. 2021 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ PV അൻവർ ആഫ്രിക്കയിലായിരുന്നു. MLA ഇല്ലാതെ മുഖ്യമന്ത്രി എത്തുന്നത് അനൌചിത്യമായതിനാലാണ് ഒഴിവാക്കിയത്. MLAയെ കാണാനില്ലെന്ന് UDF പോലീസിൽ പരാതി നൽകി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നടക്കം ആവശ്യപ്പെട്ടപ്പോൾ അൻവറിന് പ്രതിരോധം തീർത്തത് പാർട്ടിയും പ്രവർത്തകരുമാണ്. വിവാദ പാർക്ക് വിഷയത്തിൽ ഉൾപ്പെടെ പ്രതിരോധമുണ്ടായിരുന്നു. അമരമ്പലത്തെ സ്വകാര്യ തോട്ടമുടമ ഉൾപ്പെടെ രംഗത്ത് വരികയും UDF പ്രതിഷേധം കടുപ്പിച്ചപ്പോഴും പാർട്ടി പ്രവർത്തകരാണ് അൻവറിനൊപ്പം നിന്നത്. ആദർശധീരത പറയുന്ന അൻവർ കൊലക്കേസ് കേസിലും പ്രതിയായിട്ടുണ്ട്. കൂടുതൽ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നാൽ അൻവറിന്റെ കുടുംബമഹിമ ഉൾപ്പെടെ പറയേണ്ടി വരും. തന്റെ കഴിവും വ്യക്തിപ്രഭാവവും കൊണ്ടാണ് ജയിച്ചതെന്ന അൻവറിന്റെ നിലപാടിൽ സഹതാപം മാത്രമാണുള്ളത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ വിലയിരുത്തുന്ന ഒരു പാർട്ടിയല്ല, വ്യക്തി കേന്ദ്രീകൃതമായി വിലയിരുത്തുന്ന ഒരു പാർട്ടിയല്ല. ഞങ്ങൾ വിലയിരുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, മഹാദുരന്തത്തിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ സമീപനം, ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ ഭാഗമായി പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ
ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടിനുള്ള സ്വീകാര്യത, ഇതെല്ലാം ചേർന്നാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയം സാധ്യമായത് എന്നതാണ് ഞങ്ങൾ വിലയിരുത്തിയത്. പക്ഷെ അദ്ദേഹം വിലയിരുത്തിയത് പിണറായിക്ക് ഒരു വോട്ടുണ്ട്, അതുകൊണ്ട് ജയിച്ചു എന്ന അടിസ്ഥാനത്തിലാണ്. ഏതായാലും ഇതുവരെ പറയാത്തൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ പൊതുസമ്മേളനം വിളിച്ചു ചേർത്ത് ഉന്നയിച്ചിട്ടുള്ളത്. അത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തണം എന്ന് ബോധപൂർവം ആലോചിച്ച് ഒരാളിവിടെ പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും എല്ലാം അന്ന് ഉയർത്തിക്കൊണ്ടിരുന്ന അതിശക്തമായ എതിർപ്രചരണത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചാണ് ഇവിടെ പ്രവർത്തിച്ചത്. അത് ആ ഘട്ടത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റൊരു ആക്ഷേപം അദ്ദേഹത്തിന്റെ സകല വരുമാനവും സമ്പത്തും എല്ലാം പാർട്ടിക്ക് വേണ്ടി ചിലവായി ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ അതിനെ നിഷേധിക്കാനും അതിനെ തള്ളിക്കളയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ അനുഭവം എന്താ, കഴിഞ്ഞ 8 വർഷക്കാലമായി അദ്ദേഹത്തിനെ രാഷ്ട്രീയമായും അദ്ദേഹം നേരിടുന്ന മറ്റു പല പ്രശ്നങ്ങളിലും എല്ലാവർക്കും അറിവുള്ളതാണ്. എന്തെല്ലാം ആക്ഷേപങ്ങളാണ്, എന്തെല്ലാം ആരോപണങ്ങളാണ്, എന്തെല്ലാം ആക്രമണങ്ങളാണ് അദ്ദേഹത്തിനെതിരായി രാഷ്ട്രീയ എതിരാളികൾ ഇവിടെ അഴിച്ചുവിട്ടത്. രാഷ്ട്രീയ എതിരാളികളല്ലാത്ത ചിലരും, കോമരമ്പലത്തൊരു തോട്ടമുടമ, അങ്ങനെ പല കക്ഷികൾ, അവരെല്ലാം അദ്ദേഹത്തിനെതിരായി വലിയ ആക്രമണങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തകർ, കാരശ്ശേരി മാഷും നീലകണ്ഠനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് പരസ്യമായി സമരം ചെയ്തതാണ്. അത്തരത്തിലെല്ലാം അദ്ദേഹത്തെ അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിന് ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഇവിടെ CPM ചെയ്തത്, ഇടതുപക്ഷം ചെയ്തത്. അദ്ദേഹത്തെ കൂടെ നിൽക്കുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹൈക്കോടതിയുടെ വിധി ഉൾപ്പെടെ വന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുകയാണ്, അദ്ദേഹത്തെ പ്രതിരോധിക്കുകയാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും CPM ചെയ്തത്. ഇതാണ് വസ്തുത. അതിപ്പോൾ അദ്ദേഹം ആ രൂപത്തിൽ കാണാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്നു. 2 ടേമായി പ്രവർത്തിക്കുന്ന ഒരു MLA-ക്ക്, ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക? അദ്ദേഹമല്ല ജനപ്രതിനിധി, അദ്ദേഹമല്ല നിയമസഭയിൽ പോകുന്നത്, അദ്ദേഹമല്ല ഈ കാര്യങ്ങളെല്ലാം ഇടപെടുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണോ? ഒരു അടിസ്ഥാനവുമില്ലാത്തൊരു ആക്ഷേപം ഉന്നയിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ അതികഠിനമായി ആക്ഷേപിക്കുക, മുല്ലഭ്യം പറയുക. ഇതെന്തൊരു രീതിയാണ്? അദ്ദേഹം തന്നെ ഇത്രയും കാലം പറഞ്ഞൊരു കാര്യം, മറ്റു പല മണ്ഡലങ്ങളെയും അപേക്ഷിച്ച് അദ്ദേഹത്തിനോടുള്ള പ്രത്യേകമായ താല്പര്യവും വാത്സല്യവും ഒക്കെ വെച്ച് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് ഇവിടെ എനിക്ക് തന്നു, നിലമ്പൂർ മണ്ഡലത്തിന് തന്നു എന്നാണ്. അതാണ് അദ്ദേഹം നാടുനീളെ പ്രചരിപ്പിച്ചത്. ഇപ്പൊ അദ്ദേഹം പറയുന്നു ഒരു വികസന പ്രവർത്തനവും നടത്താൻ സമ്മതിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അഭിമാനകരമായ എത്രയോ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്ന് പൂർത്തീകരിച്ചത് ഏതൊരാൾക്കും ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. അത് മലയോര ഹൈവേ ആയാലും മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ നടന്ന വികസനമായാലും അത്തരം ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗമായി നടന്ന വികസന പ്രവർത്തനങ്ങൾ മറ്റു മണ്ഡലങ്ങളും നടന്നിട്ടുണ്ട്. അത് നിലമ്പൂരിൽ കുറച്ച് കൂടി അദ്ദേഹം നേരത്തെ അവകാശപ്പെട്ടിരുന്നത് പോലെ അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം കൂടി വെച്ച് കൂടുതൽ നടന്നു എന്നല്ലാതെ, കൂടുതൽ അനുവദിച്ചു എന്നല്ലാതെ, കൂടുതൽ പണം അനുവദിച്ചു എന്നല്ലാതെ ഒരു വിവേചനം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താ? ഒരു സ്വാഭാവികമായി ഒരു ജനപ്രതിനിധി ഇത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ അദ്ദേഹം ദീർഘകാലം തലത്തില്ലാതിരുന്നാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കാതെ വന്നാൽ എന്ത് ചെയ്യും? മറ്റു പല MLA-മാരും എല്ലാ ആഫീസുകളും നമുക്കെല്ലാം അറിയാവുന്നത് പോലെ നിരന്തരം UDF, LDF എന്ന് വ്യത്യാസമില്ലാതെ കാര്യം നടക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ പോകാനുള്ള സമയമില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങൾ ആരും ഒരു ആക്ഷേപത്തിനും ഇതുവരെ മെനക്കെട്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ആ നിലയ്ക്ക് പോകണം എന്ന അടിസ്ഥാനത്തിലല്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അദ്ദേഹം ചെയ്യേണ്ട ചുമതല അദ്ദേഹം ചെയ്യാതെ, അദ്ദേഹത്തിന് സാധിക്കാതെ, അദ്ദേഹം തലത്തില്ലാത്തതിന്റെ പേരിൽ മാത്രം കേസ് വന്ന ഒരു MLA. അപ്പോഴൊക്കെ ഞങ്ങൾ പ്രതിരോധിക്കുകയാണ്. ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുക. അപ്പോഴും ഞങ്ങൾ പ്രതിരോധിക്കുകയാണ്.
പാർട്ടി ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് വർഗീയവാദിയാണെന്ന ആരോപണം പ്രതിപക്ഷം പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് എംഎൽഎയുടെ ശ്രമം. നിലമ്പൂർ ചന്തക്കുന്നിൽ എംഎൽഎ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഒറ്റ പാർട്ടി അംഗം പോലും പങ്കെടുത്തില്ല. SDPI, ജമായത്ത് ഇസ്ലാമി എന്നീ സംഘടനകളിലെ പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഉണ്ടായിരുന്നത്. നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. PV അൻവർ MLAക്കെതിരെ ഒക്ടോബർ 7-ന് നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും റാലിയും സംഘടിപ്പിക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ്, TK ഹംസ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് K. ആന്റണി, നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ, എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ, നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോൺ റോയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Teddy Baby Diaper and Pants made for Indian baby body type.